നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. രാജ്യത്തുള്ളത് അസാധാരണ സാമ്പത്തിക സാഹചര്യം. കുറഞ്ഞ പണപ്പെരുപ്പവും ശക്തമായ വളർച്ചയും RBIക്ക് ഇരട്ടപ്രഹരമായി മാറുമെന്ന് SBI റിസർച്ച്. ലോകവ്യാപാര സംഘടനയുടെ നയപരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകാൻ തയ്യാറാണെന്ന് ഇന്ത്യ. മാറ്റങ്ങൾ വികസ്വര അവികസിത രാജ്യങ്ങളുമായി കൂടിയാലോചിച്ച് രൂപപ്പെടുത്തണമെന്നും ആവശ്യം. ആഗോള വിപണിയിൽ ഡൗൺ ട്രെൻഡിൽ തുടർന്ന് സ്വർണം. അമേരിക്കയുടെ സാമ്പത്തിക ഡേറ്റകൾ സ്വർണ്ണവിലയിൽ നിർണായകമാകുന്ന അനലിസ്റ്റുകൾ. ഇന്ത്യ കാനഡ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി. നിർണായക ധാതുക്കളിലും ശുദ്ധ ഊർജത്തിലും ദീർഘകാല സഹകരണം ലക്ഷ്യമിടുന്നതായി പീയൂഷ് ഗോയൽ. ഇന്ത്യയുമായുള്ള നിർണായക ധാതുമേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ വെനസ്വേല നിക്ഷേപം ആകർഷിക്കുന്നതിനും താൽപര്യം പ്രകടിപ്പിച്ചതായി പീയൂഷ് ഗോയൽ. വാർത്തകൾ വിശദമായി. രാജ്യത്തുള്ളത് അസാധാരണ സാമ്പത്തിക സാഹചര്യമെന്ന് വിലയിരുത്തൽ. കുറഞ്ഞ പണപ്പെരുപ്പവും ശക്തമായ വളർച്ചയും റിസർവ് ബാങ്കിന് ഇരട്ടപ്രഹരമായി മാറിയെന്ന് SBI റിസർച്ച്. സാധാരണ പണപ്പെരുപ്പവും സാമ്പത്തിക വളർച്ചയും ഒരേ ദിശയിലാണ് നീങ്ങാറ്. അതായത് സമ്പദ് വ്യവസ്ഥ വേഗത്തിൽ വളരുമ്പോൾ വിലകളും ഉയരും. എന്നാൽ നിലവിൽ ഇന്ത്യയിൽ ശക്തമായ വളർച്ചയും വളരെ കുറഞ്ഞ പണപ്പെരുപ്പവുമാണ് കാണുന്നത്. ഇത് ഒരു അസാധാരണ സാമ്പത്തിക സാഹചര്യമാണെന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർച്ച് റിപ്പോർട്ട് പറയുന്നത്. അതിനാൽ റിസർവ് ബാങ്കിന് റിപ്പോ നിരക്ക് കുറയ്ക്കൽ നയപരമായ പ്രതിസന്ധിയായി മാറും. പലിശ നിരക്കുകൾ കുറച്ചാൽ അത് സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഉത്തേജനം നൽകിയേക്കാം. എന്നാൽ സമ്പദ് വ്യവസ്ഥ ഇതിനകം തന്നെ അതിവേഗം വളരുന്നതിനാൽ ഇത് ഓവർ ഹീറ്റിംഗിന് കാരണമായേക്കും. പകരം നിരക്കുകൾ കുറയ്ക്കാതിരുന്നാൽ ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകാർക്കും കുറഞ്ഞ നിരക്കിൽ വായ്പ എടുക്കാനുള്ള അവസരം നഷ്ടമായേക്കുമെന്നും റിപ്പോർട്ട് വിലയിരുത്തി. അതേസമയം ചില്ലറ പണപ്പെരുപ്പം സ്വർണമൊഴികെയുള്ള മറ്റു വിഭാഗങ്ങളിൽ അടുത്ത 2 മാസത്തേക്കും നെഗറ്റീവായി തന്നെ തുടരാൻ സാധ്യതയുണ്ടെന്നും റിസർച്ച് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഒക്ടോബറിൽ മൊത്ത ഉപഭോക്തൃവില സൂചിക പണപ്പെരുപ്പം 0.5% എന്ന ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഭക്ഷ്യവസ്തുക്കളായ പച്ചക്കറി, പയറുവർഗ്ഗങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ വിലയിടിഞ്ഞതാണ് ഇതിന് കാരണം. സ്വർണ്ണവിലയിലെ കുതിച്ചുചാട്ടം കാരണം പേഴ്സണൽ കെയർ ആൻഡ് എഫക്റ്റ് പണപ്പെരുപ്പം 57.8% ഉയർന്നപ്പോഴും സ്വർണം ഒഴിവാക്കിയാൽ മൊത്ത പണപ്പെരുപ്പം നെഗറ്റീവ് 0.57%. കോർ CPI ഒക്ടോബറിൽ 4.33% ഏതാണ്ട് സ്ഥിരത നിലനിർത്തി. എന്നാൽ സ്വർണം ഒഴികെയുള്ള കോർ CPI 2.6% കുറഞ്ഞു. GST നിരക്കുകളിലെ പരിഷ്കരണങ്ങളും പണപ്പെരുപ്പം കുറയ്ക്കാൻ സഹായിച്ചതായി SBI റിസർച്ച് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകവ്യാപാര സംഘടനയുടെ നയപരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് കേന്ദ്രം. മാറ്റങ്ങൾ വികസ്വര അവികസിത രാജ്യങ്ങളുമായി കൂടിയാലോചിച്ച് രൂപപ്പെടുത്തണമെന്നും ആവശ്യം. ഏതാനും വികസിത രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ആഗോളക്ഷേമത്തിനായാണ് ലോകവ്യാപാര സംഘടന നിലകൊള്ളേണ്ടതെന്നാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പറഞ്ഞത്. ലോകം ഇന്ത്യയുടെ കരുത്തും നേതൃത്വവും തിരിച്ചറിയുന്നുണ്ടെന്നും ഒരു ഉത്തരവാദിത്തമുള്ള ആഗോള പൗരൻ എന്ന നിലയിൽ ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമായി ഇന്ത്യ തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. CII പങ്കാളിത്ത ഉച്ചകോടിക്കിടെ മന്ത്രി പീയൂഷ് ഗോയലും ഈ കാര്യം പറഞ്ഞു. ലോകവ്യാപാര സംഘടനയുടെ പരിഷ്കരണ പ്രക്രിയയിൽ ഇന്ത്യ നേതൃപരമായ പങ്കുവഹിക്കണമെന്ന ഡയറക്ടർ ജനറൽ ഗോസി ഇവിലയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇവിലയും എത്തിയിരുന്നു. അതേസമയം അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ ലോകവ്യാപാര സംഘടനയുടെ പരിഷ്കരണത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. തർക്ക പരിഹാര സംവിധാനം, വികസ്വര രാജ്യങ്ങൾക്കുള്ള പ്രത്യേക പരിഗണന, കരാറുകൾ ചർച്ച ചെയ്യുന്ന രീതി എന്നിവയിലെല്ലാം അവർ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നു. എന്നാൽ നയമാറ്റ അജണ്ട എല്ലാ അംഗരാജ്യങ്ങളും തമ്മിലുള്ള സമവായത്തിലൂടെ മാത്രം തീരുമാനിക്കണമെന്നതാണ് ഇന്ത്യയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള വിപണിയിൽ ഡൗൺ ട്രെൻഡിൽ തുടർന്ന് സ്വർണം. അമേരിക്കയുടെ സാമ്പത്തിക ഡേറ്റകൾ സ്വർണ്ണവിലയിൽ നിർണായകമെന്ന് അനലിസ്റ്റുകൾ.
ഡിസംബർ 10 പ്രഖ്യാപിക്കുന്ന പണനയത്തിൽ US ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് 0.5% കുറയ്ക്കുമെന്ന പ്രതീക്ഷ നഷ്ടമായതാണ് സ്വർണത്തിന്റെ ഇറക്കത്തിന് കാരണം. ഇതോടെ ഡോളറും US ഗവൺമെന്റിന്റെ ട്രഷറി ഈൽഡും നേട്ടത്തിലായി. ഓഹരികളിൽ വിൽപ്പന സമ്മർദ്ദം വന്നു. പിന്നാലെ സ്വർണ്ണവിലയും ഇടിയുകയായിരുന്നു. എന്നാൽ ഷട്ട്ഡൌണിന് ശേഷം ദുർബലമായ സാമ്പത്തിക ഡാറ്റയാണ് US വിപണി പ്രതീക്ഷിക്കുന്നത്. ഇത് സ്വർണ്ണവിലയ്ക്ക് പിന്തുണ നൽകുമെന്നാണ് മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസസിലെ പ്രഷ്യസ് മെറ്റൽ അനലിസ്റ്റ് മാനവ് മോദി പറയുന്നത്. കൂടാതെ ഹ്രസ്വമായ ലാഭമെടുപ്പിന് ശേഷമുള്ള തിരിച്ചുവരവ്, ഷങ്ഹായ് ഗോൾഡ് ഇൻവെന്ററികളിലുണ്ടായ വർധനവ് എന്നിവയും വിലവർധനവിന് കാരണമാകാം. ഒപ്പം സ്വർണത്തിനുള്ള ഡിമാൻഡിന് ശക്തമായ അടിത്തറ നൽകുന്നത് സെൻട്രൽ ബാങ്കുകളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2022 2023 ഓരോ വർഷവും 1000 ടണ്ണിലധികം സ്വർണം കേന്ദ്ര ബാങ്കുകൾ വാങ്ങിക്കൂട്ടി. 2024 ഈ 1000 ടൺ പരിധി കടന്നു. ചൈന, പോളണ്ട് തുടങ്ങിയ വലിയ വളർന്നുവരുന്ന വിപണികളാണ് പ്രധാനമായും സ്വർണം ഇത്തരത്തിൽ വാങ്ങിക്കൂട്ടുന്നത്. 2025 ആദ്യ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് 750-950 ടൺ പരിധിയിലുള്ള സ്വർണ്ണ സംഭരണം തുടരുമെന്നാണ്. ഇതും സ്വർണത്തിന് കരുത്താവുമെന്ന് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെയും കാനഡയുടെയും സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്താനുള്ള വഴികൾ തുറന്നു കിടക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി. നിർണായക ധാതുക്കളിലും ശുദ്ധ ഊർജ്ജത്തിലും ദീർഘകാല സഹകരണമാണ് ലക്ഷ്യമിടുന്നതെന്നും പീയൂഷ് ഗോയൽ. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കയറ്റുമതി പ്രോത്സാഹനം, അന്താരാഷ്ട്ര വ്യാപാരം, സാമ്പത്തിക വികസനം എന്നിവയുടെ ചുമതലയുള്ള കനേഡിയൻ മന്ത്രിയായ മണീന്ദർ സിദ്ധുമായി 2 തവണ ചർച്ചകൾ നടത്തി. ഉഭയകക്ഷി സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുന്ന വഴികൾ ചർച്ച ചെയ്തു. ഉഭയകക്ഷി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തൽ, നിക്ഷേപ പ്രോത്സാഹനം, ഹരിത പദ്ധതികളും കരാറിന്റെ ഭാഗമാകും. സേവന മേഖലയിലെ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും നിക്ഷേപങ്ങൾ ഉദാരമാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും ചർച്ചയ്ക്കിടെ അജണ്ടയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 2022-2023 നിർത്തിവെച്ച ഇന്ത്യ കാനഡ സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ മുന്നോട്ടു പോവുക തന്നെ ചെയ്യുമെന്നാണ് പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയത്. ആരോഗ്യമേഖലയിൽ ഉൾപ്പെടെയുള്ള സഹകരണങ്ങൾ, ഉഭയകക്ഷി വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന വഴികളെക്കുറിച്ചും ഈ ആഴ്ച ഡൽഹിയിലെത്തിയ സിദ്ധുമായി സംസാരിച്ചിരുന്നു. ചർച്ച പോസിറ്റീവാണെന്നും ഗോയൽ വ്യക്തമാക്കി. കാനഡയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി 2024-2025 സാമ്പത്തിക വർഷത്തിൽ 9.8% വർദ്ധിച്ച് $4.22 ബില്യൺ ഉയർന്നു. 2023-2024 ഇത് $3.84 ബില്യൺ ആയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുമായുള്ള നിർണായക ധാതുമേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ വെനസ്വേല നിക്ഷേപം ആകർഷിക്കുന്നതിനും വെനസ്വേല അതീവ താൽപ്പര്യം പ്രകടിപ്പിച്ചതായി പീയൂഷ് ഗോയൽ. നിർണായക ധാതുക്കളുടെ മേഖലയിൽ ഇന്ത്യയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും നിക്ഷേപം ആകർഷിക്കുന്നതിനും വെനസ്വേല അതീവ താൽപര്യം പ്രകടിപ്പിച്ചതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും വെനസ്വേലയിലെ പാരിസ്ഥിതിക ഖനന വികസന മന്ത്രി ഹെക്ടർ സിൽവയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം ചർച്ച ചെയ്തത്. നിർണായക ധാതുക്കളിലെ സഹകരണവും ഇന്ത്യൻ നിക്ഷേപം ആകർഷിക്കുന്നതും ഉൾപ്പെടെ എണ്ണ മേഖലയ്ക്കപ്പുറത്തേക്ക് ഇന്ത്യയുമായുള്ള സാമ്പത്തിക ഇടപഴകൽ വിപുലീകരിക്കാൻ വെനസ്വേലൻ പക്ഷം താൽപര്യം പ്രകടിപ്പിച്ചതായി കൂടിക്കാഴ്ചയിൽ പറയുന്നു. വെനസ്വേലയിൽ ONGCയുടെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ ഖനനത്തിലും പര്യവേക്ഷണത്തിലും ആഴത്തിലുള്ള സഹകരണത്തിന് സാധ്യത നൽകുന്നുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഓട്ടോമൊബൈൽ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ ഉയർത്തിക്കാട്ടുമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ലോജിസ്റ്റിക്സ് ഡാറ്റ സർവീസസ് ലിമിറ്റഡ്, ആന്ധ്രാപ്രദേശ് സർക്കാർ എന്നിവർ ഏകീകൃത ലോജിസ്റ്റിക്സ് ഇന്റർഫേസ് പ്ലാറ്റ്ഫോം പ്രയോജനപ്പെടുത്തി ആന്ധ്രാപ്രദേശിലെ ലോജിസ്റ്റിക്സ് ലാൻഡ്സ്കേപ്പ് ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി മന്ത്രാലയം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 180 രൂപയും പവന് 1440 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 11,465 രൂപയും പവന് 91,770 രൂപയുമായി വില താഴ്ന്നു. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 150 രൂപ കുറഞ്ഞ് 9,430 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളി വിലയും കുറഞ്ഞിട്ടുണ്ട്. ഗ്രാമിന് 2 രൂപ താഴ്ന്ന് 170 രൂപയിലാണ് വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തുള്ളത് അസാധാരണ സാമ്പത്തിക സാഹചര്യം.
കുറഞ്ഞ പണപ്പെരുപ്പവും ശക്തമായ വളർച്ചയും RBIക്ക് ഇരട്ടപ്രഹരമായി മാറുമെന്ന് SBI റിസർച്ച്. ലോക വ്യാപാര സംഘടനയുടെ നയപരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകാൻ തയ്യാറാണെന്ന് ഇന്ത്യ. മാറ്റങ്ങൾ വികസ്വര അവികസിത രാജ്യങ്ങളുമായി കൂടിയാലോചിച്ച് രൂപപ്പെടുത്തണമെന്നും ആവശ്യം. ആഗോള വിപണിയിൽ ഡൗൺ ട്രെൻഡിൽ തുടരുന്ന സ്വർണം. അമേരിക്കയുടെ സാമ്പത്തിക ഡേറ്റകൾ സ്വർണ്ണവിലയിൽ നിർണായകമെന്ന് അനലിസ്റ്റുകൾ. ഇന്ത്യ കാനഡ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി. നിർണായക ധാതുക്കളിലും ശുദ്ധ ഊർജത്തിലും ദീർഘകാല സഹകരണം ലക്ഷ്യമിടുന്നതായി പീയൂഷ് ഗോയൽ. ഇന്ത്യയുമായുള്ള നിർണായക ധാതുമേഖലയെ സഹകരണം വർദ്ധിപ്പിക്കാൻ വെനസ്വേല നിക്ഷേപം ആകർഷിക്കുന്നതിനും താൽപര്യം പ്രകടിപ്പിച്ചതായി പീയൂഷ് ഗോയൽ. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.